ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് വീട്ടിലെ പണികളും ഓരോരോ തിരക്കുകളൊക്കെ കാരണം വീഡിയോ കുറേ ഡിലേ ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ കുഞ്ഞു ബേബിനെയും കൊണ്ടൊക്കെ വീഡിയോ എടുക്കണമല്ലേ, അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മീഷോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ കുട്ടീനെ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത്. അമ്പടുമോനിക്ക് ഇങ്ങനെ ഒരു ഓയിൽ മസാജിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനക്ക് പ്രത്യേകിച്ചൊരു അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നും ഞാൻ ഈ ഒരു ഓയിൽ മസാജ് ചെയ്തിട്ട് തന്നെ കുളിപ്പിച്ച് കൊടുക്കലുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ് ഇത്. അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അവരവർ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യലില്ല. തീരെ കുട്ടിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാതിരിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേച്ച് കൊടുക്കണ ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മദർ കെയറിലായിരുന്ന സമയത്ത് അവർ തന്നിട്ടുള്ളതായിരുന്നു. തേങ്ങാപ്പാൽ ഉരുക്കിയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ എന്ന് അറിയില്ല, അതായിരുന്നു കേട്ടോ. അതിൽ പിന്നെ എന്തൊക്കെയോ അവർ മരുന്നുകളൊക്കെ ചേർക്കുന്നുണ്ട്. നല്ല ഓയിലാണ്, കുഞ്ഞിന് എന്താ പറയുക അടിപൊളി നല്ല സൂട്ടായിട്ട് പോകുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോഴും ഞാൻ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അവനോട് സുന്ദരനായി കിടക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളില്ല, അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അവരിങ്ങനെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കും. ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഉമ്മയും ഉപ്പയും അനിയത്തിയൊക്കെ വിരുന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ വേവിനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ ഇതൊക്കെയാണ്. പിന്നെ ബിരിയാണി, മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഉണ്ടാക്കാമെന്ന്. കാരണം ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കൊടുത്താൽ നമുക്ക് ഒരു സന്തോഷമാണ്, അവർക്കും അതൊരു സന്തോഷം. പക്ഷേങ്കിൽ അവർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ചോറിനെ പോലെയിരുന്നു കുട്ടീനെ വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയെന്നിട്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കാനായിട്ടാണ്. അതേപോലെ തന്നെ അതവർ കഴിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് വരുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് എനിക്കൊരു സമാധാനക്കേടാണ്. പിന്നെ അപ്പോഴത്തെ സാഹചര്യം പോലെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ടൈം ഉണ്ടാവില്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഉള്ളത് കൊണ്ടാണ് കൊടുക്കും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഗോതമ്പ് നുറുക്കുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു പായസം കൂടി റെഡിയാക്കാമെന്ന്. ഫുഡ് റെഡി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കുക എന്നുള്ളൊരു നാട്ടുനടപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടമാണ് പായസം, അപ്പോൾ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മീഷോന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങളൊന്ന് കാണിക്കാം. വലിയ കാര്യമൊന്നുമല്ല, ചെറിയ ചെറിയ പൈസക്കുള്ള സംഭവം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യണം. ആദ്യം തന്നെ ഇതാ കിച്ചണിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം, നമ്മൾ സ്പൂണ്, ഫോർക്ക്, കത്തി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പലരും വാങ്ങിച്ചിട്ടും പലരുടെ കിച്ചണിലും ഉള്ളതും ഒക്കെ തന്നെ കേട്ടോ. പുതിയ സംഭവം കാര്യമൊന്നുമില്ല. ഈ ഒരു ഓർഗനൈസർ പ്ലാസ്റ്റിക്കിലും വുഡിലൊക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്കെന്തോ അതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗി തോന്നിയത് ഈ ഒരു സ്റ്റീലിൻ്റെ സംഭവമാണ്. വുഡിൻ്റേത് മഴ സീസണിൽ ഇങ്ങനെ ഒരു പൂപ്പൽ പിടിച്ച പോലെ അതൊരു വൃത്തിയില്ല കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിക്കാമെന്ന്. ഇങ്ങനെ സ്റ്റീലിൻ്റെതാകുമ്പോൾ ഏത് ക്ലൈമാറ്റിലും ഇതേപോലെ തന്നെ ഇരിക്കുമല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് കഴുകി കൊടുക്കണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പണിയെടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങളിൽ എന്താ പറയുക കിച്ചണിൽ കൊണ്ടുവെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാവുമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടുള്ള നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു രസമാണല്ലോ. നമ്മൾ കുക്കിങ്ങിലൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റൊക്കെ വരും. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് സ്പൂണും ഫോർക്കും ഓയിൽ ബ്രഷും എല്ലാതും അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. പിന്നെ എന്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് കേട്ടോ അതിൻ്റെ ഭംഗി. എപ്പോഴും കഴുകി ക്ലീനായിട്ട് കൊണ്ടെടുക്കുന്നത് ഹാങ്കറാണ് കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ കിച്ചണിലേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ബെഡ്റൂമിലും കൂടി സെറ്റ് ചെയ്യാമെന്ന്. രണ്ട് കളറ് ആണ് വാങ്ങിച്ചത് കേട്ടോ. ഈ ഒരു ബ്ലാക്കിൽ വരുന്നത് ഞാൻ കിച്ചണിക്ക് തന്നെയാണ്. അതായത് നമ്മൾ ഫ്രൈ പാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കാനാണ് വാങ്ങിയത്. പക്ഷേങ്കിൽ വലിയ കാര്യത്തിൽ വാങ്ങിക്കൊണ്ടെന്നെങ്കിലും ഇപ്പോഴും ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എന്താ പറയുക വാളിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണമല്ലോ. എനിക്ക് തീരെ അറിയാത്തൊരു പരിപാടിയാണത്. അപ്പോൾ
ഡ്രില്ലിങ് മെഷീനൊക്കെ വേണം, അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ അവിടെ, സമയമാകുമ്പോൾ ചെയ്യാം. കണ്ടപ്പോൾ വാങ്ങി വെച്ചെന്ന് മാത്രം കേട്ടോ. ആ ഒരു സിൽവർ കളറിൽ വരുന്നത് ബെഡ്റൂമിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കിൻ്റെ ടവല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എനിക്ക് പൊതുവേ ഹാങ്കർ എന്ന് പറഞ്ഞ സംഭവം ബെഡ്റൂമിൽ ഇഷ്ടമല്ല. മുന്നേ ഒരു വലുതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ഹാങ്കർ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ ഡ്രസ്സും അതിൽ തന്നെ കൊണ്ടുപോയി അങ്ങോട്ട് തൂക്കി വെച്ചിട്ട് ഭയങ്കര പൊടിയും കൊതുകും ഒക്കെ ഉണ്ടാവും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാങ്കറൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു ഹാങ്കർ ആകുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതൊരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. തീരെ ഹാങ്കർ ഇല്ലെങ്കിലും കുഴപ്പമാണ്. അമ്പുടി ബേബി വന്നപ്പോൾ ഹാങ്കർ നിർബന്ധമാണെന്ന് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അവനെ കുളിപ്പിക്കുന്ന ടവലൊക്കെ ഹാങ് ചെയ്തിടാനൊക്കെ നല്ലതല്ലേ. ഇനിയിപ്പോൾ ഇത് റിയമോൾ വാങ്ങിക്കൂട്ടിയതാണ്. എന്താണ്, കവായി സ്റ്റിക്കറാണ് അത്ര. ഇപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഈ കുട്ടികളെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിലൊരു മസ്റ്റായിട്ട് ലൈറ്റാണ് ഇത്. അപ്പോൾ കുറേ ആയിട്ട് ഇതിങ്ങനെ വാങ്ങണം എന്ന് പറയണം. മോന് പറയും കവായി ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കൂട്ടാ. ഇത് കുറച്ച് അധികം ഉണ്ട്, 20 ഷീറ്റാണ് എത്ര ഉണ്ട് കേട്ടോ. ഇത് കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര സംഭവമാണ്. അവർക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറുകളാണ്. ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നല്ല ഉപകാരമാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭംഗി ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വേണോ വേണ്ടോ എന്നൊക്കെ അവൾ പിന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് അങ്ങോട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ കൈ കിട്ടിയപ്പോൾ നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് എല്ലാ കലാപരിപാടികളും. എവിടെ നോക്കിയാലും ഇപ്പോൾ സ്റ്റിക്കറാണ്. നോട്ട്ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ, പിന്നെ ഓരോരോ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കും അവൾ. അതിലൊക്കെ എവിടെ നോക്കിയാലും ഇപ്പോൾ സ്റ്റിക്കർ തന്നെ ഉള്ളൂ. നമ്മൾ അലമാരയിൽ വരെ സ്റ്റിക്കറായി ഇടും പോട്ടാ. പിന്നെ ഇതും റിയമോള് വാങ്ങിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. ഇവളുണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ കിഡ്സ് വീഡിയോസ് കാണാൻ, എന്നിട്ട് അതിൽ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ മെച്ചി ഇത് വാങ്ങിത്തരുമോ എന്ന് വെച്ച് നടക്കും. എന്നിട്ട് പിന്നെ അത് കിട്ടണവരെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞാനങ്ങനെ എല്ലാതും അങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ആളല്ല. അപ്പോൾ അവൾ പുതിയ നമ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പച്ചിനെ സോപ്പ് ഇടുക. ഇപ്പച്ചിയാണെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നോ എന്ന് പറയുന്ന ആളേ അല്ല കേട്ടോ. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അവൾക്കറിയാം. അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും സംഭവങ്ങളൊക്കെ. സംഭവം നല്ല ക്യൂട്ടാണ്. കുഞ്ഞ് ചീനച്ചട്ടി, എന്താണ് കൊടുക്ക, എന്താ പറയുക, ചെറിയ ചെറിയ പാത്രങ്ങൾ, നൂൽപുട്ടിൻ്റെ പാത്രം വരെ ഉണ്ട് അതിൽ. 8 ചെമ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. 300 രൂപ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അമ്പുടി ബേബി കൂടെ തന്നെ ഉണ്ട് കേട്ടോ, ഹെൽപ്പ് ചെയ്യാനും എല്ലാതും വലിച്ചിടാനും എല്ലാത്തിനും ഉണ്ടാവിന്. മാഷാ അല്ലാ. പിന്നെ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നീട് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഫോൺ ഉപയോഗിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ടോയ്സ് ആകുമ്പോൾ കുറേ സമയം അവർ അങ്ങനെ സ്പെൻഡ് ചെയ്തോളുമല്ലോ. അപ്പോൾ പിന്നെ അതും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും അടുക്കളയിൽ മല്ലി, മുളക്, മഞ്ഞൾ ഇതൊക്കെ അവൾക്കും കൂടി വാങ്ങി വെക്കേണ്ട ഒരു അവസ്ഥ ആയിക്കണം. അപ്പോൾ എപ്പോഴും അവൾക്കും അതൊക്കെ വേണം. ഉമ്മച്ചി കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഞാനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ അവളും കിച്ചണൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ കളിക്കും. ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരികയും പിന്നെ കുഴപ്പമില്ല, മക്കൾ കളിച്ച് വളരട്ടെ അല്ലേ. അങ്ങനെ പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് കാറിൻ്റെ ഉടുപ്പിട്ട്. കുറേ ദിവസമായി കാറിനൊരു ഉടുപ്പിടിക്കണം എന്ന് വിചാരിക്കണം. കാരണം എപ്പോഴും അങ്ങനെ പുറത്തൊന്നും പോകണില്ല. ഇക്ക നാട്ടിലുണ്ടാകുമ്പോഴാണ് എപ്പോഴും കൂടുതലായിട്ട് പോകട്ടോ. അപ്പോൾ മഴയൊക്കെ ആയല്ലോ, അപ്പോൾ പിന്നെ ഒരു കവറിടാതെ പറ്റൂല. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. മീഷോയിൽ ഓഫർ പ്രൈസിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിലേ കണ്ടപ്പോൾ ഞാൻ അത്ര ക്വാളിറ്റി ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മീഷോ എന്ന് വാങ്ങുകയെന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലൊരു ധാരണ ഉണ്ടല്ലോ, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കുന്നു. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ ഇത് കൈ കിട്ടിയപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വെച്ച് പെട്ടെന്ന് കീറി പോകുന്ന ടൈപ്പായിരിക്കുമെന്ന്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ മീഷോയിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ തന്നെ വരുന്നുണ്ട്. നമ്മൾ സെർച്ച് ചെയ്തിട്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റുകൾ തന്നെ കിട്ടും കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മൾ ബേബിക്കൊരു സോപ്പ് പെട്ടിയിട്ടാണ്. കയ്യിലൊന്നുണ്ട്, പക്ഷേങ്കിൽ ഇത് ഞാനിങ്ങനെ മീഷോയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കുമ്പോൾ പെട്ടെന്നൊന്ന് കണ്ണുപെട്ടതാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട് തോന്നി കണ്ടപ്പോൾ. ഒരു വെറൈറ്റി മോഡലും. ഉള്ളിൽ സോപ്പ് വെക്കുക, എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ ഇതൊരു സോപ്പ് പെട്ടിയാണെന്നേ പറയൂല. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് മീഷോന്ന് ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.